ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് ചോമീനാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ത്രൂ ഔട്ട് ഉണ്ടാക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. സോസൊക്കെ സെയിം തന്നെയാണ്, വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷേ കുക്കിംഗ് മെത്തേഡ് കുറച്ചൊരു ഡിഫറെൻ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഗാർലിക്ക് ഞാൻ ഒരു 6 പോട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് അനിയൻ ബൾബ്സ് എടുത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ സ്പ്രിംഗ് അനിയൻ, പിന്നെ ക്യാപ്സിക്കം, അനിയൻ, ക്യാരറ്റ് എല്ലാം ഒരെണ്ണം വീതം എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം ആദ്യം റെഡിയാക്കിയിട്ട് വയ്ക്കുക. നമ്മൾ സോസ് പ്രിപ്പയർ ചെയ്യും. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ്, പിന്നെ ലൈറ്റ് സോയ സോസ് 1 ടേബിൾ സ്പൂൺ, പിന്നെ ഗ്രീൻ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, പിന്നെ ബ്ലാക്ക് പെപ്പർ 1 ടീസ്പൂൺ, പിന്നെ ഷുഗർ 1/2 ടീസ്പൂൺ. ഇത്രയും സാധനം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുക്കും. അതിൽ സോൾട്ട് ഇടും, പിന്നെ കുറച്ച് ഓയിലിടും. എന്നിട്ട് ഒരു തിളപ്പിക്കുക. തിളച്ചിട്ട് തിള വരുമ്പോൾ ഓഫാക്കുക. എന്നിട്ട് നൂഡിൽസ് ഇടുക. ഞാൻ ഇവിടെ 250 ഗ്രാം നൂഡിൽസ് വെച്ചിട്ടുണ്ട്. അത് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. കുക്ക് ചെയ്യരുത്, ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത്. അത് നല്ലോണം തിളപ്പിച്ചിട്ട് നൂഡിൽസ് ഇട്ടിട്ട് കവർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക ഒരു 10 മിനിറ്റ്. എന്നിട്ട് അത് നന്നായിട്ട് വിട്ട് ഇതാക്കുക. എന്നിട്ട് വീണ്ടും കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക. അത് ഓൾറെഡി കുക്കായി കാണും. എന്നിട്ട് അത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ പൈപ്പിൻ്റെ അടിയിൽ വെള്ളം തുറന്നിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ചെയ്യാം, സബ് ചെയ്യൂ. പിന്നെ ഒരു പാൻ ചൂടാക്കുക, അതിൽ കുറച്ച് ഓയിൽ ഇടുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന നൂഡിൽസ് നമ്മളൊന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കും. ഒന്ന് ടോസ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ടെടുക്കും. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഡ്രൈ ആക്കിയിട്ടെടുക്കാൻ. അപ്പോൾ എന്ന് വെച്ചാൽ നൂഡിൽസ് വിട്ട് സ്റ്റിക്കി ആയിരിക്കില്ല, വിട്ട് നിൽക്കും, ഡ്രൈ ആയിരിക്കും. അപ്പം ഇത് റെഡിയായി, അത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിക്കും. ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് പിന്നെ ഗാർലിക് ഇടുക. എണ്ണ ചൂടാകുമ്പം അത് ഡാർക്ക് ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്യുക. ത്രൂഔട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലായിരിക്കും ഉണ്ടാക്കുക. അത് ഇനി ഓരോ വെജിറ്റബിൾസും ഇടുമ്പോൾ ഒരു 30 സെക്കൻഡ്സ്, ആ ക്രഞ്ചിനെസ് പോകാണ്ടിരിക്കാൻ 30 സെക്കൻഡ്സ് മാത്രം സോട്ട് ചെയ്താൽ മതി. പിന്നെ ഹൈ ഫ്ലെയിം ആയിട്ട് വേഗം കുക്കാവുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഞാൻ സ്പ്രിംഗ് അനിയൻ ബൾബ്സ് ഇട്ടു, അതൊരു 30 സെക്കൻഡ് സോട്ട് ചെയ്തു. പിന്നെ ഞാൻ അനിയൻ ഇട്ടു, അതും ഒരു 30 സെക്കൻഡ് സോട്ട് ചെയ്യുക. പിന്നെ ക്യാരറ്റ് ഇട്ടു, ക്യാരറ്റും ഒരു കുറച്ച് സോട്ട് ചെയ്യുക, കുറച്ച് മിനിറ്റ്. പിന്നെ ബാക്കി നമ്മൾ ക്യാപ്സിക്കം എല്ലാം ഇടും. ലാസ്റ്റിലാണ് ക്യാപ്സിക്കം ഇടേണ്ടത്. എന്നിട്ട് വീണ്ടും സോട്ട് ചെയ്യുക. കരിയാതെ ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ അടുത്ത് തന്നെ നിൽക്കണം, സോട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് അതിൻ്റെ ഹാഫ് ഇതിലേക്ക് വെജസിലേക്ക് ഒഴിക്കും. ഇത് വീണ്ടും സോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് സോട്ടായി വന്നിട്ടുണ്ട്, കുക്കായിട്ട് വന്നിട്ട് അതിന് ശേഷം നമ്മൾ നൂഡിൽസ് ആഡ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
തീ കുറയ്ക്കാനേ പാടില്ല. നമ്മൾ കുക്ക് ചെയ്യുന്ന മൊത്തം ഹൈ ഫ്ലെയിമിലാണ്. എന്നിട്ട് ബാക്കിയുള്ള സോസ് വീണ്ടും ഒഴിക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ചൗമീൻ റെഡിയായി. ഇനി സ്പ്രിങ് അനിയൻസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ വെജ് ചൗമീൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.